ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വിഷു റിലീസായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം തമിഴ് സിനിമയുടെ അതോടൊപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലെ വിഷുദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വിഷു റിലീസായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഒന്നാമത്തെ ചിത്രം തല അജിത്ത് കേന്ദ്ര കഥാപാത്രത്തെ ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറയുന്ന സിനിമയാണ്. തല അജിത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിക് രവിചന്ദ്രൻ അണിയിച്ചൊരുക്കിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എമ്പുരാനെ പോലും മറികടക്കുന്ന രീതിയിലാണ് ഗുഡ് ബാഡ് അംഗ്ലിയുടെ മുന്നേറ്റം. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 54 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള ആദ്യ 5 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം 3 കോടി പിന്നിട്ടിട്ടുണ്ട്. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെ പുറത്തുവരുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ആദ്യ 5 ദിവസങ്ങളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 175 കോടി പിന്നിട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന് 500 കോടി കടക്കാൻ സാധിക്കുമെന്നാണ് ഇനി സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമെത്തിയ മരണമാസം എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം മികച്ചൊരു കോമഡി എന്റർടൈനർ എന്നുള്ള ലേബൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബേസിലിനോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, അതോടൊപ്പം തന്നെ സിജു സണ്ണി, അനുഷ്മാൻ അനിൽകുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം നവാഗതനായ ശിവപ്രസാദ് ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിന് ഇന്നലെ വിഷുദിനത്തിൽ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,28 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 2.5 കോടി പിന്നിട്ടിട്ടുണ്ട്. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 18 കോടി പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന് മറ്റൊരു 50 കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം ഇത് നസ്ലിം കേന്ദ്ര കഥാപാത്രമെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം വിഷു വിന്നറായിട്ട് ഇതിനോടൊപ്പം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം റെക്കോർഡ് കളക്ഷനാണ് ഡേ ബൈ ഡേ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിദ് റഹ്മാൻ ആയിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. നസ്ലിനോടൊപ്പം തന്നെ ഗണപതി, ലുക്മാൻ അവറാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും വിഷുദിനമായിട്ട് ഏകദേശം 3 കോടിക്കടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 2,78 മുതൽ 3 കോടിക്കടുത്തുള്ള തുക ചിത്രത്തിന് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് 30 കോടി പിന്നിട്ടിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം 18 മുതൽ 20 കോടിക്കടുത്തുള്ള തുകയാണ് കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിന്റെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടി, ഗൗതം വാസുദേവൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഡീനോ ഡെന്നിസ് ആയിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിക്കത്തുള്ള ഒരു ഉയർച്ച നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വിഷുദിനമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ലൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 1,72 ലക്ഷത്തിന് മുകളിൽ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചിത്രം ആലപ്പുഴ ജിംഖാനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ളൊരു ദുരന്തമായിട്ട് മാറി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് വിഷു സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാർച്ച് മാസം തിയേറ്ററിലോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മലയാളത്തിലെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ എമ്പുരാന് സാധിച്ചിട്ടുണ്ട്. അത് വിഷു ദിനമായിട്ടുള്ള ഇന്നലെ 19 ദിവസം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ചിത്രത്തിന് ഇന്നത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 75 ലക്ഷം രൂപയോളൊക്കെ അടുത്തുള്ള ഒരു തുക ചിത്രത്തിന് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 265 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം 19 ദിവസം കൊണ്ട് 85 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയാം. അപ്പം വിഷു ഈസ്റ്റർ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.